നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡ് ഗതാഗതത്തിനായി തുറന്നു. റോഡ് അടച്ചത് മെഡിക്കൽ കോളേജ് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ്. കോട്ടയത്ത് യുവജനതാദളിന്റെ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം. കോട്ടയം DCC ജനറൽ സെക്രട്ടറി ജോബോയ് ജോർജിന് അക്ഷരനഗരിയുടെ പ്രണാമം. പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ഞായറാഴ്ച. കടന്നുപോയത് വീര്യമുള്ള സമരമുഖമെന്ന് നേതാക്കൾ. വാർത്തകൾ വിശദമായി. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ച കോട്ടയം മെഡിക്കൽ കോളേജ് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. റോഡ് അടച്ചപ്പോൾ ബസ് സ്റ്റാൻഡ് വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലെ ഭൂഗർഭപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിരുന്ന മെഡിക്കൽ കോളേജ് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സുരക്ഷിതമായി റോഡ് കടക്കാനുള്ള മാർഗമെന്ന നിലയിലാണ് അടിപ്പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. അടിപ്പാതയുടെ കോൺക്രീറ്റിംഗ് ജോലികൾ പൂർത്തിയായതോടെയാണ് റോഡ് ഗതാഗതത്തിനായി തുറന്നത്. ഭൂഗർഭപാതയുടെ ഇരുവശവും നികത്തി മുകളിൽ സോളിംഗ് നടത്തി ഉറപ്പിച്ച ശേഷമാണ് റോഡ് തുറന്നു നൽകിയത്. മഴ മാറിയ ശേഷമാവും ടാറിംഗ്. റോഡ് അടച്ചപ്പോൾ ബസ് സ്റ്റാൻഡ് വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടത്. 1,30,00,000 രൂപ ചെലവിൽ 18.57 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും 3.5 മീറ്റർ ഉയരവുമാണ് അടിപ്പാതയ്ക്കുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഭൂഗർഭപാത ഓണത്തിന് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ്. കോട്ടയത്ത് ക്വിറ്റ് ഇന്ത്യ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ് ആവശ്യപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആശയത്തിന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ പ്രസക്തിയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ രാജ്യത്തെ യുവാക്കളോടും കർഷകരോടും തൊഴിലാളികളോടും കടുത്ത വിവേചനം കാണിച്ച കേന്ദ്ര സർക്കാർ നീറ്റ് അടക്കമുള്ള പരീക്ഷാ സമ്പ്രദായത്തെ തകർത്തതായും പറഞ്ഞു. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ഈ രാജ്യത്തെ സാധാരണപ്പെട്ട ആളുകളെയും കർഷക തൊഴിലാളികളെയും നാട്ടിലെ യുവാക്കൾക്കെയും ഒക്കെ വലിയ യുവാക്കൾക്ക് തൊഴിലില്ലായ്മ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. പാവപ്പെട്ട കർഷകർക്ക് കടങ്ങൾ വർദ്ധിച്ചു വരുന്നു. അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് മെച്ചപ്പെട്ട വില കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം വരുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു. യുവജനതാദൾ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ ദിനാചരണത്തിന്റെ യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് S. ഫിബിൻ അധ്യക്ഷനായി. ജനതാദൾ ജില്ലാ പ്രസിഡന്റ് MT കുര്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറി രാജീവ് നെല്ലിക്കുന്നേൽ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ തോമസ് കാപ്പൻ, പ്രമോദ് കുര്യാക്കോസ്, ജില്ലാ സെക്രട്ടറി സജീവ് കറുകേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോട്ടയം DCC ജനറൽ സെക്രട്ടറി ജോബോയ് ജോർജിന് അക്ഷരനഗരി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് കോട്ടയം DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോട്ടയം DCC ജനറൽ സെക്രട്ടറി ജോബോയ് ജോർജിന് ആദരാഞ്ജലികളുമായി കോട്ടയം. കഴിഞ്ഞ ദിവസം രാത്രി കോട്ടയം മാർക്കറ്റിൽ കുഴഞ്ഞു വീണാണ് ജോബോയ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് കോട്ടയം DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നേതാക്കളും പ്രവർത്തകരും പൊതുജനങ്ങളുമടക്കം നൂറുകണക്കിന് ആളുകൾ ആദരം അർപ്പിച്ചു. മുൻ മന്ത്രി KC ജോസഫ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, PC വിഷ്ണുനാഥ് തുടങ്ങി നിരവധി നേതാക്കളും ജോബോയ്ക്ക് പ്രണാമം അർപ്പിച്ചു. സംസ്കാര ശുശ്രൂഷകൾ ഞായറാഴ്ച പകൽ 11:30 വീട്ടിൽ ആരംഭിക്കും. തുടർന്ന് 12:30 കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിൽ സംസ്കരിക്കും. കുറവിലങ്ങാട് പാലക്കിലൂടി വീട്ടിൽ PV ജോർജിന്റെയും കുട്ടിയമ്മയുടെയും മകനാണ് ജോബോയ്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും വീര്യമുള്ള സമരമുഖമായിരുന്നു ജോബോയ് എന്ന് നേതാക്കൾ അനുസ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണർകാടിനെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുമെന്ന് പഞ്ചായത്ത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടന്ന ശില്പശാലയിലാണ് ഇതിനുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്തത്. മാലിന്യമുക്തം നവകേരളം 2.0 രണ്ടാം ഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണർകാട് പഞ്ചായത്തിൽ ശില്പശാല നടന്നു. മണർകാട് പഞ്ചായത്തിനെ പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനാണ് ശില്പശാല നടത്തിയത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രേമ ബിജു ഉദ്ഘാടനം ചെയ്തു. മണർകാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ജോൺ അധ്യക്ഷയായിരുന്നു.
പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു KC മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫിലിപ്പ് കിഴക്കേപ്പറമ്പിൽ, പഞ്ചായത്ത് സെക്രട്ടറി ബിജു KC തുടങ്ങിയവർ പ്രസംഗിച്ചു. ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര, തീമാറ്റിക് എക്സ്പെർട്ട് രേണു R, സൗമ്യ KS, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിനോയ് PT, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് ഗിരിജ, സെക്രട്ടറി ലക്ഷ്മി രാജ്, കുടുംബശ്രീ ചെയർപേഴ്സൺ അംബിക തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. സന്നദ്ധ സംഘടന, വ്യാപാരി വ്യവസായി, ആശാ വർക്കർ, ഹരിതകർമ്മസേന, കുടുംബശ്രീ ഘടക സ്ഥാപനങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. രാമപുരത്തെ നാലമ്പലങ്ങളിൽപ്പെട്ട മേതിരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലെ ചുവരുകളിൽ കൊത്തിയിരിക്കുന്ന കഥാസന്ദർഭങ്ങൾ ശ്രദ്ധയാകർഷിക്കുന്നു. മറ്റൊരു ക്ഷേത്രത്തിലും ആരും കൊത്തിവയ്ക്കാത്ത കഥാസന്ദർഭങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കൊത്തിയിട്ടുള്ളത്. രാമപുരം നാലമ്പലങ്ങളിൽപ്പെട്ട മേതിരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിന്റെ പുറംഭിത്തിയിലുടനീളം കൊത്തിവച്ചിരിക്കുന്ന രാമായണം, സന്താനഗോപാലം, കൃഷ്ണലീല എന്നീ കഥാസന്ദർഭങ്ങൾ ഭക്തജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. മറ്റൊരു ക്ഷേത്രങ്ങളിലും പ്രശസ്തരായ ആരും കൊത്തിവെക്കാത്ത കഥാസന്ദർഭങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൽ 2 ചൈതന്യങ്ങളാണുള്ളത്. ഉച്ചവരെ ശത്രുഘ്ന സ്വാമിയും അത്താഴ പൂജയ്ക്ക് സന്താനഗോപാലകൃഷ്ണനുമാണ്. അതുകൊണ്ടാണ് കോട്ടയം ജില്ലയിലെ രാമപുരം നാലമ്പലങ്ങളിലെ പരിക്രമണം ഉച്ചപൂജയ്ക്ക് മുൻപ് തീർക്കണം എന്ന് പറയപ്പെടുവാൻ കാരണം. ചുമർ ശില്പങ്ങളിൽ ആദ്യം തുടങ്ങുന്നത് രാമായണത്തിലെ ഭാഗങ്ങളാണ്. ഇത് ക്ഷേത്രത്തിന് പിറകിൽ പടിഞ്ഞാറേ നടയിൽ അവസാനിക്കുന്നു. പിന്നീട് സന്താനഗോപാലം കഥയുടെ ഭാഗങ്ങൾ വടക്കേ നടയിൽ വരെയുണ്ട്. ബാക്കി ഭാഗം കൃഷ്ണലീലയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ക്രമീകരണത്തിൽ നിന്നും നരനെ നാരായണനാകാവൂ എന്ന സന്ദേശം ഉത്ഭവിക്കുന്നു. ഉത്തമ മനുഷ്യനായ ശ്രീരാമനിൽ നിന്നും തുടങ്ങി പ്രദക്ഷിണം അവസാനിക്കുന്നിടത്ത് വരുമ്പോൾ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒറ്റപ്രദക്ഷിണം കൊണ്ട് തന്നെ ഈ സന്ദേശം ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഈ ശില്പങ്ങളുടെ നിർമ്മിതിക്ക് 2 ശില്പികളുടെ 6 മാസത്തെ പ്രയത്നമാണ് ഉണ്ടായത്. മാറികയിലുള്ള ദിവാകരനും അനുജൻ ഗോപിയുമാണവർ. ആദ്യമായാണ് അവർ ഒരു ക്ഷേത്രത്തിനു ചുറ്റും ഇത്തരത്തിലുള്ള ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. കഥാസന്ദർഭങ്ങൾ എഴുതിക്കൊടുത്ത് അവർ തന്നെ അത് രേഖാചിത്രമാക്കിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പുരാതന സന്ദർഭങ്ങൾ മനസ്സിൽ ഓർമ്മിച്ച് ശില്പങ്ങൾ നോക്കിൽ കണ്ടാൽ എത്രയോ ഉദാത്തമാണെന്ന് ബോധ്യപ്പെടും. ന്യൂസ് ബ്യൂറോ, പാലാ. കടലിലും ജലാശയങ്ങളിലും അകപ്പെടുന്നവർക്ക് ജീവൻ രക്ഷാ കവചം ഒരുക്കി വൈദികൻ. എഞ്ചിനീയറായ ഫാദർ എബ്രഹാം പെരികിലക്കാട്ട് CMI ആണ് ജീവൻ രക്ഷാ ഉപകരണം രൂപകൽപ്പന ചെയ്തത്. നോഹാസ് ആർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഉപകരണം ബോട്ടിലും വള്ളങ്ങളിലും രക്ഷാമാർഗമായി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ പതിവായി തിരയിൽപ്പെട്ട് മരിക്കുന്ന സാഹചര്യത്തിന് പരിഹാരം തേടിയാണ് ഫാദർ എബ്രഹാം പെരികിലക്കാട് രക്ഷാകവചം വികസിപ്പിച്ചത്. ലൈഫ് ബോയ സമാനമായ ഉപകരണം ഫൈബറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വൃത്താകൃതിയിൽ 20 സെന്റിമീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച വളയവും വളയത്തിൽ ഇരിപ്പിടവും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കയറുന്നയാൾക്ക് തിരമാലകൾക്കും മീതെ സുരക്ഷിതമായി പൊങ്ങിക്കിടക്കാനാകും എന്ന് ഫാദർ എബ്രഹാം പറയുന്നു. ഇതൊരു റിങ്ങാണ്. ആ റിങ് ഒരു ട്യൂബുലാർ റിങ്ങാണത്. ആ റിങ്ങിനകത്താണ് ആളിരിക്കുന്നത്. അപ്പോൾ റിങ്ങിൽ ആളിരിക്കുന്നത് കൊണ്ട് ഇവന് പിന്നെ വേറെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് വേറെ പ്രശ്നമില്ല. നീന്തണ്ട കാര്യമില്ല. നീന്താതെ തന്നെ സംസാരിക്കും. പിന്നെ ഇത് ഫ്ലോട്ട് ആയതുകൊണ്ട് അത് പൊങ്ങി നിൽക്കും. തിര വരുമ്പോൾ കടൽക്കാക്ക പോകുന്നത് പോലെ ആ തിരയുടെ മുകളിൽ കൂടി ഇത് നീങ്ങിക്കൊണ്ടിരിക്കും. ഇതിനെ അഫക്റ്റ് ചെയ്യുകയില്ല. ഒഴുക്കില്ലാത്ത ജലാശയത്തിലായിരുന്നു ഉപകരണം ആദ്യം പരീക്ഷിച്ചത്. ജലപ്പരപ്പിലിട്ട റിങ്ങിൽ ആളെ കയറ്റിയപ്പോൾ 8 സെന്റിമീറ്റർ മാത്രമാണ് ഇത് താഴ്ന്നത്. നടുവിലുള്ള ഇരിപ്പിടത്തിൽ സൗകര്യപ്രദമായി ഇരിക്കാവുന്നതിനാൽ സ്വതന്ത്രമായി കൈകൾ ചലിപ്പിക്കാനും തുഴയാനും ആകും. 2ാം ഘട്ടത്തിൽ കടൽ തിരയിലായിരുന്നു പരീക്ഷണം. ശക്തമായ തിരയിൽ വളയത്തിനു മുകളിൽ ഇരുവശങ്ങളിലേക്കും കൈകൾ വച്ചിരിക്കുന്നതിനാൽ ശരീരഭാരം 70% ജലനിരപ്പിന് അടിയിലാകും. അതിനാൽ പേടകം മറിയാതെ വെള്ളത്തിനൊപ്പം നീങ്ങിക്കൊള്ളും. ഈ ഘട്ടത്തിൽ കരയിലേക്ക് GPS സന്ദേശം അയച്ച് സഹായം തേടാനുള്ള സംവിധാനവും ഉണ്ട്. അപകട സാഹചര്യങ്ങളിൽ പെടുന്നവർക്ക് മാത്രമല്ല, മത്സ്യബന്ധന വള്ളങ്ങൾക്കും ബോട്ടിൽ സഞ്ചരിക്കുന്നവർക്കും ഈ കവചം സ്ഥിരം കരുതലായി സൂക്ഷിക്കാമെന്ന് ഫാദർ എബ്രഹാം പെരികിലക്കാട്ട് വ്യക്തമാക്കി. 5000-ഓളം രൂപയാണ് നിർമ്മാണ ചെലവ്. ജലയാത്രകളിലും വെള്ളക്കെട്ടുകളിലും സുരക്ഷയ്ക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത ഇദ്ദേഹം അന്വേഷിച്ചു വരികയാണ്. പുന്നപ്ര കാർമൽ പോളിടെക്നിക്കിൽ അധ്യാപകനായിരുന്ന എഞ്ചിനീയർ ഫാദർ പെരികിലക്കാട്ട് ഇപ്പോൾ പുതുപ്പള്ളി CSI ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ കോട്ടയം മ്യൂസിക് ക്ലബിന്റെ ഗാനമേള. തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നടന്ന ഗാനമേള ആസ്വദിക്കാൻ സംഗീതപ്രേമികൾ ഒഴുകിയെത്തി. വയനാട് ദുരിതബാധിതർക്ക് സഹായഹസ്തം നീട്ടി കോട്ടയം മ്യൂസിക് ക്ലബിന്റെ ഗാനമേള ശ്രദ്ധ നേടി. കോട്ടയം തിരുനക്കരയിലെ പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിലായിരുന്നു ഗാനമേള. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു നടന്ന ഗാനമേള ചലച്ചിത്ര സംവിധായകൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഗാനാർച്ചനയിലൂടെ ദുഃഖം പങ്കുവയ്ക്കുകയാണ് നാം ചെയ്യുന്നതെന്ന് ജയരാജ് പറഞ്ഞു. ഓരോ ദുരന്തങ്ങളും ആദ്യം സ്പർശിക്കുന്നത് ഒരു കലാകാരന്റെ മനസ്സിലായിരിക്കാം. ഇവിടെ ഇന്ന് KMCയുടെ കൂട്ടായ്മ അവർ ഗാനങ്ങളിലൂടെ, ഗാനാർച്ചനയിലൂടെ, സംഗീതാർച്ചനയിലൂടെ ആ ദുഃഖം പങ്കുവെക്കുകയാണ്. സംഗീത മേഖലയിൽ പ്രശസ്തരായ കലാകാരന്മാർ ഗാനമേളയിൽ അണിനിരന്നു. പരിപാടിയിൽ നിന്നും സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. KMC ഡയറക്ടർ സുരേഷ് ബാബു, ക്ലബ്ബ് സെക്രട്ടറി റജീന അസീസ്, ഗിരീഷ് അനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്ന സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച് CPM. കോട്ടയത്ത് CPM നേതാക്കളും പ്രവർത്തകരും ചേർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ കയറി ബോധവൽക്കരണം നടത്തി. തങ്ങളാലാവും വിധം സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ഇവർ പറയുന്നു. അഡ്വക്കേറ്റ് K. അനിൽകുമാർ നേതൃത്വം നൽകി. പാല മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ജ്വലിതം എന്ന പേരിലാണ് ക്ലബ്ബുകളുടെ പ്രവർത്തനം. പാല മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ജ്വലിതം 2024 എന്ന പേരിൽ നടത്തി. പാല പോലീസ് ASI നിസ PS ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പാല വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ ബിജി ജോജോ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. പാല ജനമൈത്രി സിവിൽ പോലീസ് ഇൻചാർജ് ദീപ്താർ, ആശ TV തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പാല ലേബർ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിന്റെയും പാല ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് നടത്തിയ വിവിധ മത്സരങ്ങളുടെയും സമ്മാന വിതരണവും നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്: BSNL ഭാരത് ഫൈബർ മേള ഈ മാസം 13, 14 തീയതികളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പാറത്തോട് പഞ്ചായത്ത് ഓഫീസിന് സമീപം നടക്കും. സർക്കാർ പദ്ധതിയായ ഭാരത് ഉദ്യമി മുഖേന സൗജന്യ മോഡം ഇൻസ്റ്റാൾ ചെയ്ത് വൈഫൈ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് സെന്ററിൽ ഈ മാസം 28 മുതൽ 30 വരെ റബ്ബർ പാലിന്റെ ഉണക്കത്തൂക്കം നിർണ്ണയിക്കുന്നതിൽ ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തും. ഫോൺ 048123533127. പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 3 പുതിയ MTech കോഴ്സുകൾക്ക് അനുമതിയായി. ഡാറ്റാ സയൻസ്, റോബോട്ടിക് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി എന്നീ കോഴ്സുകൾ ആരംഭിക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി ലഭിച്ചത്. കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡ് ഗതാഗതത്തിനായി തുറന്നു. റോഡ് അടച്ചത് മെഡിക്കൽ കോളേജ് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. മഹേഷ്. കോട്ടയത്ത് യുവജനതാദളിന്റെ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം.
കോട്ടയം DCC ജനറൽ സെക്രട്ടറി ജോബോയ് ജോർജിന് അക്ഷരനഗരിയുടെ പ്രണാമം. പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ഞായറാഴ്ച. കടന്നുപോയത് വീര്യമുള്ള സമരമുഖമെന്ന് നേതാക്കൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.